കായംകുളം പെരിങ്ങാല ദേശവഴി ഇടയോടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ തിരുത്സവത്തിന് തുടക്കമായി. ഇതിനോടനുബന്ധിച്ച് കൊടിയേറ്റ് നടന്നു. കായംകുളം പെരിങ്ങാല ദേശവഴി ഇടയോടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. ക്ഷേത്രത്തിലെ മഹാഭാഗവത സപ്താഹയജ്ഞം തുടരുകയാണ്. ഉത്സവത്തിന്റെ കൊടിയേറ്റ് തിങ്കളാഴ്ച വൈകിട്ട് 8:50 9:15 മധ്യയുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രതന്ത്രി കല്ലമ്പള്ളി വാമനൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ബി രമേശൻ ഉണ്ണിത്താൻ, മഠത്തിൽ ബിജു, വിജയധരൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. അതിപുരാതനമായ ഇടയോടിക്കാവ് ഭഗവതി അമ്മയുടെ തിരുസന്നിധിയിൽ മീനഭരണി മഹോത്സവത്തിനായിട്ട് ഇന്ന് കൊടിയേറിയിരിക്കുകയാണ്. ഈ നാടിൻ്റെ അഭിവൃദ്ധിക്കും ഈ ദേശത്തുള്ള ജനപദങ്ങൾക്കും എല്ലാ വിധത്തിലുള്ളതായ മംഗളങ്ങളും ഭഗവതിയുടെ അനുഗ്രഹത്താൽ ഉണ്ടാകട്ടെ എന്ന് ദേവീനാമധേയത്തിൽ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഇന്ന് കൊടിയേറ്റോടുകൂടി ഏപ്രിൽ മാസം 1-ാം തീയതി തുടങ്ങുന്ന ഉത്സവം ഏപ്രിൽ മാസം 10-ാം തീയതി അവസാനിക്കുക. ഈ 10 ദിവസത്തെ ഉത്സവത്തിൽ കെട്ടുകാഴ്ച വരെ ഉൾപ്പെടെ ഈ പ്രദേശത്തുള്ള കലാകാരികളുടെ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ തിരുവാതിര, KPSCയുടെ നാടകം, കുത്തിയോട്ട സമിതിയുടെ കുത്തിയോട്ടം, പെരിങ്ങാല കുത്തിയോട്ട സമിതി കുത്തിയോട്ടം ഉൾപ്പെടെയുള്ള 101 കലം എഴുന്നള്ളത്ത്, പൊങ്കാല ഉൾപ്പെടെ അശ്വനാളിലെ പൊങ്കാല ഉൾപ്പെടെ ക്ഷേത്രത്തിലെ ഈ മീനഭരണി മഹോത്സവം വളരെ ഗംഭീരമായിട്ട് നമ്മുടെ എല്ലാ ഭക്തജനങ്ങളും അതിനകത്ത് പങ്കാളിയായിക്കൊണ്ട് വളരെ ഭക്തിപുരസരം ഈ ചടങ്ങിൽ പങ്കെടുത്ത് അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണമെന്ന് ദേവീനാമത്തിൽ. കൊടിയേറ്റ് ദിവസം രാവിലെ ഹരിനാമ കീർത്തനം, ഗണപതി ഹോമം, ഭാഗവത പാരായണം, അന്നദാനം തുടങ്ങിയവ നടന്നു. ഇനി വരും ദിവസങ്ങളിലും പ്രത്യേക ചടങ്ങുകളും പരിപാടികളും നടക്കും. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു.
CDNet ന്യൂസ് കായംകുളം.